വക്കീലേ പോവാ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വണ്ടി ഓട്ടി പഠിക്കണം കേട്ടോ. വക്കീൽ കോളേജിൽ പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കോളേജിട്ട് വന്നാൽ സ്കൂട്ടി ഓട്ടി പഠിപ്പിച്ച് തരണം കേട്ടോ. അപ്പോൾ അത് ഓളെ ഏറ്റിക്കണം. അപ്പോൾ ഞങ്ങൾ ഓളെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ഒരു ഇത് മെയിൻ റോഡൊന്നുമല്ല, അപ്പോൾ അവിടെ ഓട്ടി പഠിക്കണം കേട്ടോ. ഇത് ഞാൻ ഇടും കേട്ടോ. ഞാൻ പിടിച്ചു ഫോണം പിടിച്ചാൽ മതിയോ? അപ്പം നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ യാസീൻ ഓതിക്കുക. യാസീനെ ഓതിയിട്ടില്ല, ഒരു ഫാത്തിയൊക്കെ ഓതി എന്താ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ചാവിട്ട് തിരിച്ചിട്ട് സ്റ്റാർട്ടാവണില്ല. എങ്ങനെ ഉന്തി കഴിഞ്ഞാൽ സ്റ്റാർട്ടാവില്ല. അപ്പോൾ എന്താ മഴ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ അവൾ സ്റ്റാർട്ടാക്കി തന്നെ ഉന്തി കഴിഞ്ഞ് അങ്ങനെ പോയി. ഇപ്പോൾ പോക്കറ്റ് റോഡ് കൂടെ അങ്ങനെ എന്താ രണ്ട് സൈഡ് കൂടി വണ്ടി വരാറുള്ളൊരു സ്പേസ് കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഓട്ടി ശരിയായിട്ടുള്ളവർക്ക് കുഴപ്പമില്ല. ഇന്നെ പോലത്തവർക്കൊന്നും കുറച്ച് ബുദ്ധിമുട്ടാണ്. മെയിൻ റോഡിൽ കൂടെ ആകുമ്പോൾ അല്ലാതെ കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ അവൾ സ്റ്റാർട്ടാക്കി തന്നെ പിന്നെ അവിടെ പോയിട്ടോ. പോണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു എന്താ കുറച്ച് അവിടെ എത്തിയിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. വണ്ടി സ്റ്റാർട്ടാവാൻ കുറച്ച് പാട്, ഇങ്ങനെ സ്റ്റാർട്ടാവും ഓഫാവും അങ്ങനെ. അപ്പോൾ എന്നോട് സ്റ്റാർട്ടാക്കി തന്നു. അങ്ങനെ ഞാൻ ഓട്ടി പോകുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം കൊണ്ട് പോകുന്നു. മെയിൻ റോഡെന്നല്ല, പോക്കറ്റ് റോഡ് തന്നെയാണ്. അപ്പോൾ ഒരു സൺസെറ്റൊക്കെ ഉണ്ട്, നല്ല രസം കാണാൻ. അപ്പോൾ അതും കണ്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. മയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് പോകുന്നു. ഞാനാണ് പിടിച്ചിട്ടേ ബ്രേക്കിൻ്റെ അടുത്താണ് കണ്ടാ അടിച്ച് ഒന്നായിട്ട് വിടണ്ട, പതുക്കെ അങ്ങനെ വിട്ടിട്ട് അങ്ങനെ പതുക്കെ തിരിച്ച് പതുക്കെ ആക്സിലേറ്റർ കൊടുത്താൽ മതി. ആ അങ്ങനെ തന്നെ. ഞാൻ ഇറങ്ങി ഇതൊക്കെ തിരിക്കണം. ബാക്കറി ആയിരിക്കും വേണം, അഥവാ തിരിയുണ്ട്. ആ കൊടുത്തോ, ആക്സിലേറ്റർ കൊടുത്തോ, പതുക്കെ ബ്രേക്കുമെന്ന് വിടേ. ബ്രേക്ക് പതുക്കെ അങ്ങനെ റിലീസാക്ക്. ആ അങ്ങനെ തന്നെ. അപ്പോൾ തിരിഞ്ഞല്ലോ വണ്ടി. വണ്ടികളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഈ റോട്ടിൽ. ഇല്ല ഇടിക്കൊന്നുമില്ല, ഇജ്ജ് പതുക്കെ കൊടുത്താൽ മതി. ഇജ്ജ് തിരിച്ചു മോളെ. ഒരു വണ്ടി തന്നെ ഉണ്ട്, ഞാൻ പോയിക്കോട്ടെ. എന്താ പറഞ്ഞേ? ഈ കാല് കുത്തിക്കോണ്ടി, കാരണം ഇങ്ങോട്ടാണ് തിരിച്ചാളുള്ളത്. ആ കാലം അങ്ങോട്ട് കുത്തണ്ട, അങ്ങോട്ട് കുത്തിയാൽ മതി. എന്നിട്ടാ വണ്ടി തരിക. തിരിച്ചു കൂട്ടി കുറേ തിരിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്താ അങ്ങോട്ട് നീരാനുള്ളൂ. ഉന്തണ്ട, ആക്സിലേറ്റർ അതിനാണേ. ആക്സിലേറ്റർ മുഴുവൻ കൊടുത്ത് ബ്രേക്ക് ഫുള്ള് പിടിച്ച് വണ്ടി ഉന്തുക. ചെയ് വണ്ടികൾ വരും, അപ്പോഴത്തേക്ക് തിരിച്ച് എന്നെ കൊണ്ട് പറ്റും. ഇല്ല അവൾ തിരിച്ചു പറ്റും. എനിക്ക് പേടിയാണ്. എനിക്ക് ബാക്കിൽ ഇരുന്ന് തിരിച്ചാൽ വയ്ക്കും. ഞാൻ ഉള്ളതെന്ന് ഞാൻ അങ്ങനെ തിരിച്ച് പഠിച്ചേ. നേരെ റോട്ടിൽ കൂടെ ഞാൻ ഓടിക്കൂട്ടോ, പക്ഷേ എനിക്ക് തിരിക്കാൻ ഭയങ്കര പേടി, അത് കഴിയണില്ല. റോട്ടിക്കല്ല നനഞ്ഞു കയറി. റോട്ടിക്കാണ് നനഞ്ഞു കയറി. ശരിയായില്ലേ? ഇറക്കാണ്ട് പിന്നെ നല്ല ഇറക്കാണ്. ആ തോട്ടക്കൊന്നും കൊണ്ടുപോയതല്ലേ. ധൈര്യം എൻ്റെ അടുത്ത് ഹെൽമെറ്റ് ഇല്ലേ? എൻ്റെ അടുത്ത് ഹെൽമെറ്റ് കയ്യും കാലിനോ ചേച്ചാൽ ഏത് ബ്രേക്ക് ബ്രേക്കൊന്നും അറിയാതെ വണ്ടിപ്പോൾ കയറിക്കണം. ഈ ബ്രേക്ക് പിടിച്ചിട്ട് ചേച്ചിയോട് നടക്കൂടെ നടക്കണേ. ചെറിയ ഒറ്റ പോക്കോട് പോയി നട്ടാണ് ചെന്ന് കുത്തിയിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ കണ്ട് വണ്ടിമ്മ കയറിയിട്ട് ഏത് ബ്രേക്ക്
ഈ ബ്രേക്ക് ഓടിച്ച് നടക്ക് അത് ഇമാതിരി ഇറക്കത്ത്. പിന്നെ ഹർക്കത്തിൽ നിന്ന് ഓൾ ഇറക്കി തന്നു കേട്ടോ. എന്നെ കൊണ്ട് കഴിയണില്ല, എനിക്കൊന്ന് പേടിച്ചാൽ പിന്നെ ഓളിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും, അതുകൊണ്ടൊരു ധൈര്യമാണ്. പിന്നെ ഞാൻ 2 മിററുമ്മലും പിടിച്ച് ഞാൻ ഇരുന്നു കേട്ടോ. എന്നിട്ടാണ് പോകുന്നത്. ചില ആൾക്കാരൊക്കെ കണ്ടിട്ട് ചിരിക്കണൊക്കെ ഞാൻ ഓട്ടണ കണ്ടിട്ടും ഞാൻ അങ്ങനെയൊക്കെ പിടിച്ചിരിക്കണ കണ്ടിട്ടൊക്കെ ഓലൊക്കെ വിചാരം ഓലൊക്കെ തന്നോട് പഠിച്ചതാണ്. നമുക്കാണെന്ന് വിഷയമല്ല, ഏതായാലും ഇത് പഠിച്ചിട്ട് ഇറങ്ങണുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു മെയിൻ റോഡിൻ്റെ വക്കിനെത്തിക്കണം കേട്ടോ. അപ്പോൾ മെയിൻ റോഡിൽ കൂടെ പോകാൻ സുഖം. അപ്പോൾ മെയിൻ റോഡിൽ കൂടെ പോകാൻ കേട്ടോ. ഈ ഷോർട്ട് കട്ട് റോഡിൽ കൂടെയാണ് ഇതുവരെ ഓട്ടിയത്. മെയിൻ റോഡിൽ കൂടെ ഓട്ടാനാണ് സുഖം കേട്ടോ. പക്ഷേ പിന്നെ ഓളിങ്ങനെ ബാക്കിലിരുന്ന് നല്ല മോട്ടിവേഷൻ തരും. പറ്റും, എന്നെ കൊണ്ട് പറ്റും, അത് ഇത് അമ്പ് ചാടുമ്പോൾ മെല്ലെ പോകണം, അമ്പ് ചാടി കഴിഞ്ഞ് അങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വന്ന് മങ്കട ടൗണിലേക്ക് എത്തിട്ടോ. ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ട് മരുക്ക് വാങ്ങി കൊടുത്തിട്ടപ്പോൾ തിരിച്ച് പോവുകയാണെങ്കിൽ ഒരുത്തം പോന്നപ്പോൾ ചോദിക്കുക ആരെ കൂട്ടി പഠിക്കണം, മുന്നത്തെ ആളോ ബാക്കത്തെ ആളോ? ഞാൻ പറഞ്ഞു ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട് അതാണ് പറഞ്ഞു ഞാൻ. അപ്പോൾ ഗൈസ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താത്ത ഇവിടെ സാധനം വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ കണ്ടോ വണ്ടി ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കിട്ടാനായിട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.